ലോക ശ്വാസകോശ അർബുദ ദിനം കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. രാവിലെ 10 മണിക്ക് ആശുപത്രി നഴ്സിംഗ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനവും ബോധവൽക്കരണ ക്ലാസുകളും മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിന്റെ പുതിയതായി തുടങ്ങിയ സ്ലീപ്പ് മെഡിസിൻ ലാബ് ഔപചാരികമായി തുടങ്ങുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡോക്ടർ സതീഷ് R സ്വാഗതം ആശംസിച്ചു. പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ അഖിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി ട്രഷറർ മോൺസി P. എബ്രഹാം, ഡോക്ടർ ബാബു മാത്യു, ഡോക്ടർ ബോധി സണ്ണി, ഡോക്ടർ ജിബിൻ ജെയിംസ്, ഡിക്സൺ CS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ജസ്ല TH ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർ സതീഷ് R, ഡോക്ടർ ഐശ്വര്യ വാസുദേവ്, ഡോക്ടർ മിൻഷാ റഹ്മാൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. SDPIയും CPIയും തമ്മിലുള്ള അന്തർധാരയുടെ രക്തസാക്ഷിയാണ് പുന്ന നൌഷാദ്. പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പോലീസും കൂട്ടുനിൽക്കുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് രക്തസാക്ഷി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് TS അജിത്, MV ഹൈദരലി, A അലാവുദ്ദീൻ, ഫൈസൽ ചാലിൽ, KPCC മുൻ മെമ്പർ CA ഗോപപ്രതാപൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ R രവികുമാർ, PK ജമാലുദ്ദീൻ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ HM നൌഫൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, മണ്ഡലം പ്രസിഡന്റുമാരായ സുനിൽ കാര്യാട്ട്, KJ ചാക്കോ, ഇരട്ടപ്പുഴ മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ബീന രവിശങ്കർ, NMK നബീൽ, KV സർക്കാർ, നിസാമുദ്ദീൻ ആലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. മഴ ഒഴിഞ്ഞപ്പോൾ ചെളി മാറി പൊടിയായി. കുന്നംകുളം അക്കിക്കാവ് റോഡിലാണ് പൊടിയിൽ പൊറുതിമുട്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നത്. വലിയ വാഹനങ്ങളും അമിത വേഗതയിൽ സ്വകാര്യ ബസ്സുകളും പോകുമ്പോൾ ഉയരുന്ന പൊടി കാരണം ഇരുചക്ര യാത്രക്കാരാണ് കൂടുതൽ വിഷമിക്കുന്നത്. സമീപത്തെ കടകളിലും വീടിന് മുൻവശത്തും ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായതായി ഇവർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ റോഡ് നവീകരണം മഴ കാരണം മന്ദഗതിയിലായതാണ് യാത്രക്കാർക്ക് വിനയായത്. 4 കിലോമീറ്റർ ദൂരം കൂടിയേ ഇനിയും പ്രവൃത്തി നടത്താനുള്ളൂ. നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ പൈപ്പ് മാറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ ഇടച്ചിലും പണി വൈകാൻ കാരണമായി. പൊടി ഉയരാതിരിക്കാൻ റോഡ് നന്നാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ആരും ചെവിക്കൊള്ളുന്നില്ല. മഴ ഒഴിഞ്ഞ സമയമായതിനാൽ എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലോക മുങ്ങിമരണ ദിന ക്യാമ്പയിനിന്റെ ഭാഗമായി ഐഡിയൽ റിലീഫ് വിങ്ങും പൂമുഖം കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി കൊച്ചന്നൂരിലെ കുളത്തിന് സമീപം ജലസുരക്ഷാ ഡിവൈസ് കോർണർ സ്ഥാപിക്കുകയും ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. ജലസുരക്ഷാ ഡിവൈസ് കോർണർ സ്ഥാപക ഉദ്ഘാടനം ഐഡിയൽ റിലീഫ് വിംഗ് കുന്നംകുളം ഗ്രൂപ്പ് ലീഡർ അഷ്റഫ് കൊച്ചന്നൂർ നിർവഹിച്ചു. പൂമുഖം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഉസ്മാൻ പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. വിവിധ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് IRW സീനിയർ വളണ്ടിയർ K അനീസ് ക്ലാസ് എടുത്തു. പൂമുഖം കലാ സാംസ്കാരിക വേദി ട്രഷറർ അഷ്റഫ് തേങ്ങാട്ടയിൽ, IRW ജില്ലാ സെക്രട്ടറി ഹിഷാം താലിബ്, പൂമുഖം കലാ സാംസ്കാരിക വേദി സെക്രട്ടറി ബിജു കണ്ടംപുള്ളി, IRW ജില്ലാ PR സെക്രട്ടറി MH റഫീഖ്, ഗ്രൂപ്പ് സെക്രട്ടറി AK അബ്ദുൽ കരീം, SRW കോർഡിനേറ്റർ P അനീഷ്, വളണ്ടിയർമാരായ OM നിയാസ് മൊയിനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 83-84 SSLC പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് 50 കസേരകൾ നൽകി മാതൃകയായി. ബുധനാഴ്ച സ്കൂളിൽ നടന്ന വിജയോത്സവത്തിന്റെ ഭാഗമായി കസേരകൾ പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് TK ബാലൻ, സെക്രട്ടറി MV ബേബി, രാധാകൃഷ്ണൻ, ഇബ്രാഹിം കുട്ടി, കുട്ടൻ, സുനിൽകുമാർ എന്നിവർ സ്കൂളിന് നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, സ്കൂൾ പ്രധാനാധ്യാപിക P ചിത്ര, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ എന്നിവർ കസേരകൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ജനുവരിയിലാണ് 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സുഹൃതം എന്ന പേരിൽ 41 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നിരുന്നത്. കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നെടുത്ത തീരുമാനമാണ് നമ്മളെ വളർത്തിയ സ്കൂളിന് സ്നേഹസമ്മാനം നൽകുക എന്നത്. ഇതിനായി ഗുണനിലവാരമുള്ള 50 കസേരകൾ സ്കൂളിന് നൽകിയത് പൂർവ്വ വിദ്യാർത്ഥി ബാച്ചിന്റെ കൈകോർക്കുന്ന മാതൃകയായി. പരിപാടികൾക്ക് രക്ഷാധികാരി ഷിജോയ് തോലത്ത്, പ്രസിഡന്റ് TK ബാലൻ, സെക്രട്ടറി MV ബേബി, ട്രഷറർ KK പ്രഭാകരൻ തുടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി കേസെടുത്ത് ജയിലിൽ അടച്ച BJP സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ,
ഫാദർ ബാബു ജോസഫ് പടിഞ്ഞാറ്റേടത്ത്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, സീതാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 14 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ 75 വയസ്സുകാരന് ശിക്ഷ. പൂക്കോട് വില്ലേജ് തൊഴിയൂർ ദേശം തളുകശ്ശേരി വീട്ടിൽ 75 വയസ്സുള്ള മൊയ്തീനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ലിഷ S കുറ്റക്കാരനാണ് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ പ്രതി താമസിക്കുന്ന വീടിനോട് ചേർന്ന് പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലെ ബാത്റൂമിൽ കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിക്കുകയും പാരിതോഷികമായി 100 രൂപ നൽകുകയും പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് SCPO ജാൻസി MK കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇൻസ്പെക്ടർ സൂരജ് VC FIR രജിസ്റ്റർ ചെയ്ത കേസിൽ SI ഷബീബ് റഹ്മാൻ D തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ റെയിനി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച റെയിനി ഫെസ്റ്റിവൽ ഏറെ ആസ്വാദ്യകരവും ആകർഷകവുമായി. കേരളത്തിൽ അനുഭവപ്പെടുന്ന സീസണുകളിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മഴക്കാലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവരുടെ മഴക്കാല അനുഭവങ്ങൾ പങ്കുവച്ചു. മഴക്കാലത്തെ പ്രകൃതി രമണീയത വർണ്ണിക്കുന്ന കവിതകളുടെയും പഴഞ്ചൊല്ലുകളുടെയും അവതരണവും ഉണ്ടായി. മൺസൂൺ കാലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കാനും റെയിനി ഫെസ്റ്റിവലിലൂടെ സാധിച്ചു. പ്രധാന അധ്യാപകൻ G. ജോർജ്, അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിസി KT, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. മലമ്പാമ്പിനെ പിടികൂടി. എരുമപ്പെട്ടി കരിയന്നൂർ പണിക്ക വീട്ടിൽ നാരായണൻ നായരുടെ വീട്ടിലെ തൊഴുത്തിനോട് ചേർന്നുള്ള വൈക്കോൽ ഷെഡിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഷെഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചത്. തുടർന്ന് സ്നൈക്ക് റെസ്ക്യൂമാർ എത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ചെങ്ങാതിക്കൊരു തൈ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. പ്രധാന അധ്യാപിക നിമി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ AV അബ്ദുൽ ഗഫൂർ, സമീറ ഷെരീഫ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജി വിനോദ്, കൃഷി അസിസ്റ്റന്റ് അരുണ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും അംഗനവാടികളിലും പദ്ധതി നടപ്പിലാക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങളും അയൽക്കൂട്ടാംഗങ്ങളും, ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയവ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസിലും ചെങ്ങാതിക്കൊരു തൈ പദ്ധതി നടപ്പിലാക്കി. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 25 മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടിയുടെ തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി തല ഉദ്ഘാടനം മരത്തങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്തേണ്ട ചുമതല ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ബോധിപ്പിച്ചു. ഭൂമികയ്ക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും നടന്നു. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവും സിനിമാ കലാസംവിധായകനുമായ ഷബീർ അലി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത V അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് N ഫലവൃക്ഷ തൈകൾ കോളേജിന് കൈമാറി. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജി മാത്യു, ശങ്കരനാരായണൻ, HSST മലയാളം അധ്യാപകൻ രതീഷ് KS, HSST പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ അജിത് DD തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയെക്കുറിച്ചുള്ള ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ഫലവൃക്ഷ തൈകൾ നൽകുകയും ചെയ്തു. പ്രകൃതിക്ക് ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും നല്ലൊരു നാളേക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു.